മഹാനടൻ ജയന്റെ മകനാണെന്ന അവകാശവാദവുമായി രംഗത്ത് വന്ന മുരളി എന്ന വ്യക്തിക്കെതിരെ വീണ്ടും ശക്തമായ തെളിവുമായി മഹേഷ് വടക്കഞ്ചേരി രംഗത്ത് വന്നിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം. താങ്കൾക്ക് എങ്ങനെയാണ് ഇത്രയും കൃത്യം വ്യക്തവുമായി? നമുക്കറിയാം, നമുക്ക് കഴിഞ്ഞ വീഡിയോ ചെയ്തതിൽ അത് എല്ലാവരും കുറെ വ്യൂസ് പോയിട്ടുണ്ട്. കുറെ ആളുകളൊക്കെ താങ്കളുടെ വാദങ്ങൾ പറഞ്ഞ് പ്രതികരിച്ചു തുടങ്ങി. താങ്കൾ പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞ് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അറിവുകൾ താങ്കൾ കിട്ടിയത്? അതിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? 1980 നമുക്ക് എല്ലാവർക്കും ഓർമ്മയാണ്. നവംബർ 16 അന്ന് ഈ മുരളി എവിടെയായിരുന്നു? അതാണ് എൻ്റെ ചോദ്യം. രണ്ടാമത്, ഈ മുരളി ഇന്ന് അവകാശപ്പെടുന്ന അച്ഛൻ, അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട ജയൻ സാറിനെ എൻ്റെ അച്ഛൻ എന്ന് നിങ്ങൾ വീണ്ടും അവകാശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത്, ആ മനുഷ്യൻ്റെ ആ മൃതദേഹത്തിൻ്റെ ഭാഗത്ത് പോലും, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ആ മൃതദേഹത്തിൻ്റെ ഭാഗത്ത് പോലും തന്നെ ആ പരിസരത്ത് തന്നെയോ തൻ്റെ അമ്മയോ കണ്ടിട്ടില്ല. അത് വ്യക്തമായ തെളിവാണ്. നിനക്കന്ന് 13 വയസ്സെങ്കിലും ഏകദേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത് ഉറപ്പാണ്. ആ സമയത്തെങ്കിലും നിന്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ നിന്റെ അമ്മ അവിടെ കൊണ്ടുവന്നിട്ടില്ല, ആർക്കും അറിയത്തുമില്ല. രണ്ടാമത് ഒന്നും കൂടി ഞാൻ പറയാം, എന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം. എടാ മുരളി, താൻ പറഞ്ഞല്ലോ അച്ഛനാണെന്നൊക്കെ എപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അന്ന് നിനക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാരോട് ഞാനൊന്ന് ചോദിക്കട്ടെ. അന്ന് ഈ ജയന്റെ, ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഈ ജയൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട ജയൻ സാറിന്റെ അച്ഛൻ മുരളിയുടെയാണ് എന്ന് അവകാശപ്പെടുമ്പോൾ, അന്ന് ഇതുപോലെ ആ മൃതദേഹത്തിന്റെ ഭാഗത്ത് അദ്ദേഹത്തിന് അന്ത്യകർമ്മം ചെയ്യാൻ പോലും ഇങ്ങനൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ നാട്ടുകാരും കൊല്ലം പ്രദേശത്ത് ഓലക്കടവിലെ ആൾക്കാരും അതുപോലെ മറ്റു സിനിമാ മേഖലയിലുള്ള എല്ലാവരും അങ്ങനെ രഹസ്യം ഉണ്ടായിരുന്നെങ്കിൽ ആ മകൻ എവിടെ എന്ന് ചോദിക്കാതിരിക്കില്ല. ഇത് ബീഹാറോ മഹാരാഷ്ട്ര ഒന്നുമില്ല, ഇത് പച്ച കേരളമാണിത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. വിളിച്ചു പറയുന്ന പച്ച കേരളത്തിൽ നിന്ന് ഞാൻ പറയാണ്, അന്ന് എവിടെ പോയിരുന്നു മുരളി? അല്ലെ, മുരളിയുടെ ബന്ധുക്കൾ എവിടെ പോയിരുന്നോ? ഈ ജയൻ സാറിന്റെ ആൾക്കാരോ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരോ ഇങ്ങനെ ഒരു മകനെ കൊണ്ട് ചെയ്യിക്കണം എന്ന് അവകാശപ്പെടാഞ്ഞതിന്റെ കാരണം എന്താണ്? ഇന്നൊരു മരിച്ച വീട്ടിൽ പോയാൽ ചോദിക്കും അവരറിഞ്ഞില്ലേ എന്ന്, ഒരു കല്യാണ വീട്ടിൽ പോയാൽ ചോദിക്കും അവരെ വിളിച്ചില്ലേ എന്ന്. ആ കേരളത്തിലാണോ സ്വന്തം അച്ഛൻ മരിച്ചിട്ട് പോലും നീ അവിടെ കാണാഞ്ഞത്? എവിടെ പോയിരുന്നു എൻ്റെ സുഹൃത്തെ? അത് തന്നെ ഒരു സത്യമല്ലേ? രണ്ടാമത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ട എന്താണെന്നറിയോ? നിന്റെ അച്ഛൻ്റെ പേര് നിന്റെ ജനന സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലോ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിനകത്ത് പെടുത്തിയിരിക്കുന്ന എന്താണ്? ആചാരി എന്ന്. എന്താണ് ആചാരി? ആരാണ് ആചാരി? അതാണ് ഇപ്പോഴത്തെ ചോദ്യം. ആ ആചാരി ഒന്ന് വെളിപ്പെടുത്തണം. ആചാരി ആരാന്നൊന്ന് അറിയണം. മനസ്സിലായി? ആദ്യം DNA പരിശോധനയൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്നെ ഒരു നുണപരിശോധനയ്ക്ക് വിധേയനാക്കിയാൽ കുറേയൊക്കെ സത്യം ഈ കേരളത്തിലെ നമ്മളെ മറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജയൻ സാറിന് ഒരു ആത്മവിശ്വാസമെങ്കിലും ഉണ്ടാകും. മനസ്സിലായി? അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോരാടുന്നത്. കാരണം നീ ആവർത്തിക്കുമ്പോൾ നിന്റെ പിന്നിൽ ആരോ ഉണ്ട്. നീ പറഞ്ഞു ജയന്റെ കുടുംബക്കാർ അല്ലെങ്കിൽ ജയൻ സാറിന്റെ കുടുംബക്കാരൊക്കെ മദ്യവും പണവും, അതായത് പച്ചയ്ക്കാൻ നിൽക്കുന്ന മദ്യവും പണത്തിനും വേണ്ടി കീഴടങ്ങുന്ന ഒരു വ്യക്തിയല്ല. തന്തയ്ക്ക് വിളിച്ചത് കൊണ്ടാണ് ഞാൻ മറുപടി തന്നത്. ഓരോ ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുക, അതിന് നീ മറുപടി പറയുക. ആചാരി ആരാണ്? ആ സ്കൂൾ സർട്ടിഫിക്കറ്റിനകത്തും നിന്റെ മറ്റേലൊക്കെ ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പേര് എന്താണ് എന്നാണ് അറിയേണ്ടത്. ഞങ്ങളൊക്കെ ഇന്നും മനസ്സിൽ നിന്ന് മറക്കാണ്ട് വേദനയോട് കൊണ്ടു നടക്കുന്ന ഞങ്ങളുടെ സാറ്, അതായത് ജയൻ സാറ്, ആ സാറിനെ ഇപ്പൊ വീണ്ടും ഒരു തീരാ ദുഃഖത്തിലേക്ക് ഒരു മകൻ എന്ന് പറയുന്നത്. എടാ മുരളി ജയൻ എന്ന് പറയുന്ന നീ ആ ജയൻ അങ്ങ് മാറ്റി വെച്ചിട്ട് മുരളിയോടാണ് എനിക്ക് പറയാനുള്ളത്. നീ ഇടയ്ക്കിടയ്ക്ക് DNA ടെസ്റ്റ് എന്ന് പറയുന്നുണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. നീ നുണപരിശോധനയ്ക്ക് നീ തയ്യാറാണോ എങ്കിൽ ഞാൻ നിന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാം. നീ തന്തയ്ക്ക് വിളിച്ചല്ലോ, ഞാൻ ജയൻ സാറിന്റെ വീട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് വെള്ളം അടിച്ചിട്ടാ സംസാരിക്കുന്നത്, പണം മേടിച്ചിട്ടാന്ന് നീ പറഞ്ഞല്ലോ. നീ കണ്ടോ? കണ്ടില്ലല്ലോ. എല്ലാവരും പറഞ്ഞു ഞാൻ പണവും മേടിച്ചിട്ടാണ് ജയന്റെ ഭാഗത്ത് കൂടിയിട്ട് നിന്നെ ആക്ഷേപിക്കുന്നത്. ഞാൻ അതല്ല പറയുന്നത്. സത്യം പുറത്തു വരണം. നീ ആരാണ്? ജയൻ സാറിന്റെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പരിശ്രമം. നാളെ ഇതുപോലെ മറ്റുള്ളവർക്ക് സംഭവിക്കാതിരിക്കാൻ ഈ കേരള മണ്ണിൽ അത് ഇനി അനുവദിക്കില്ല.
കേരള ജനതയ്ക്ക് ഒന്ന് മനസ്സിലായി, നീ പാന്റും കോട്ടും ഇട്ട് നടക്കുന്ന നിന്റെ ജീവിത മാർഗത്തിനാണ്. പക്ഷെ അത് നിനക്ക് തെറ്റുപറ്റുപോയി. എന്താ കാരണം എന്നറിയാം ഉണ്ണി? ഇന്ന് നിന്നെ വെച്ച് മറ്റുള്ളവർ ജീവിക്കുക. നിനക്ക് ആ പഴയ പണി തന്നെ നല്ലത്. അത് വെച്ച് നീ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയ വിഷയമായി. ഇന്ന് നിനക്ക് ഉറക്കമില്ലാണ്ടായി. എന്തുകൊണ്ടാണ്? നീ ഒരുപാട് തെറ്റുകൾ ആവർത്തിക്കുന്നുണ്ട്. ഒരുപാട് ആവശ്യമില്ലാത്ത വാക്കുകൾ കേരള ജനതയോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഏതെങ്കിലും ഒരു പൈത നമുക്ക് ഉണ്ടാവും എന്നുള്ളത് നീ മറന്നുപോയി. പറഞ്ഞ മനസ്സിലായി? ഓരോ ചോദ്യങ്ങൾ ചോദിക്കാണ്. ആചാര്യ ആരാണ്? അതാണ് നമുക്കറിയേണ്ടത്. അദ്ദേഹം ആരാണ്, നിന്റെ ആരാണെന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചപ്പോഴുമില്ല, പ്രതിമയുടെ മുമ്പിലും ഇല്ല, ഒന്നിലുമില്ല. ഇപ്പോഴാണ് നീ പുറലോകത്തേക്ക് വരുന്നത്. അപ്പം ഒരു മകൻ ആണെങ്കിൽ ആ മരിച്ച സമയത്ത് ഇങ്ങനൊരു വ്യക്തിയുണ്ട്, ആ മകനെ കൊണ്ട് ഈ കർമ്മം ക്രിയകൾ ചെയ്യണമെന്ന് ഒരു വ്യക്തികളും ജനങ്ങളും അവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടാത്ത കാലം വരെയും ഇത് ജയന്റെ മകനല്ല, മുരളി ആണ്. ആ മുരളി ആരാണെന്ന് നമുക്കറിയാം.